PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വീഴ്ച സമ്മതിക്കുന്നു CPIM എന്നുള്ളതാണ്. ചർച്ചയില്ലാതെ ഒപ്പിട്ടു, അതിൽ വീഴ്ച സംഭവിച്ചു എന്ന വിലയിരുത്തലിലേക്ക് CPIM നേതൃത്വം പോവുകയാണ്. CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനം നടത്തുമ്പോഴാണ് MV ഗോവിന്ദിൽ നിന്ന് വീഴ്ച സമ്മതിക്കുന്ന ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. PMC പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഏകപക്ഷീയമായി ഒപ്പുവെച്ചതിനെതിരെ CPI ശക്തമായ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് വീഴ്ച ഉണ്ടായി എന്ന കാര്യം MV ഗോവിന്ദൻ സമ്മതിച്ചത്. മന്ത്രിസഭയിലും LDF-ൽ പൊതുവായും ചർച്ച ചെയ്യാതെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോയത് വീഴ്ചയാണ് എന്നാണ് ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത് എന്നാണ് MV ഗോവിന്ദന്റെ പ്രതികരണം. നേരത്തെ CPIMന്റെ ജനറൽ സെക്രട്ടറി MA ബേബി മാത്രമാണ് ഇത്തരമൊരു വീഴ്ച തുറന്ന് സമ്മതിച്ചത്. മുഖ്യമന്ത്രിയോ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിരുന്നില്ല. എന്നാൽ CPIM സംസ്ഥാന നേതൃത്വം ഇതാദ്യമായി ഈ ഏകപക്ഷീയമായി PMC പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് വീഴ്ചയാണെന്ന കാര്യം സമ്മതിച്ചിരിക്കുന്നു എന്നതാണ് ഈ പ്രതികരണത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം. ശ്രീത്ത്, മറ്റൊന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിവിടെ ഈ വിഷയം ഇത്രയും പ്രധാനപ്പെട്ട വിഷയം കൈകാര്യം ചെയ്തതിൽ സംസ്ഥാന നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചു എന്നുള്ള വിമർശനം നേരത്തെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും ഉണ്ടായതാണ്. അങ്ങനെ ഒരു വിലയിരുത്തൽ കേന്ദ്ര നേതൃത്വത്തിനുമുള്ളതാണ്. ഇതിപ്പോൾ സംസ്ഥാന നേതൃത്വം കൂടി ഞങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്നുള്ള കാര്യം സമ്മതിക്കുന്നു. ശ്രീജിത്ത്, തീർച്ചയായും ഈ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് ഒരു ഇടപെടൽ നടത്തുന്നതിൽ CPIMന്റെ സംസ്ഥാന നേതൃത്വത്തിനും സർക്കാരിനും വീഴ്ച പറ്റി എന്നുള്ള വിമർശനം CPIMന്റെ കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. മാത്രമല്ല, ഈ വിഷയം കത്തിപ്പടരുന്നതിനിടെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തളിപ്പറമ്പിലേക്ക് പോയതടക്കം വിമർശന വിധേയമായിരുന്നു. ഇതേപ്പറ്റിയും വാർത്താ സമ്മേളനത്തിൽ MV ഗോവിന്ദനോട് ചോദ്യം ഉയർന്നു. കേരളത്തിൽ എവിടെയിരുന്നും ലോകത്തിന്റെ ഏത് ഭാഗത്തു ഇരുന്നും ഇടപെടൽ നടത്താവുന്ന സാങ്കേതിക വിദ്യ ഇപ്പോഴുണ്ടെന്നായിരുന്നു MV ഗോവിന്ദന്റെ ആദ്യ പ്രതികരണം. എന്നാൽ പിന്നെ എന്തിനാണ് MV ഗോവിന്ദൻ പരിപാടി റദ്ദാക്കി തളിപ്പറമ്പിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ വരേണ്ട കാര്യമുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നില്ലേ എന്ന ചോദ്യത്തിനും വ്യക്തമായ ഉത്തരം MV ഗോവിന്ദൻ നൽകിയില്ല.